ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഗായത്രി. സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം കുറേ നാളെ വീഡിയോ കേട്ടിട്ട് അങ്ങനെ ഞാൻ ഇന്ന് കരുതി ഒരു ട്യൂട്ടോറിയൽ ടൈപ്പ് വീഡിയോ ഇടാമെന്ന്. അപ്പോൾ ഒരു ഫോട്ടോ നോക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ വരച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ 2-3 ടെക്നിക്സ് ഉണ്ട്. സോ അതിൽ ഗ്രിഡ് മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഗ്രിഡ് മെത്തേഡ് തന്നെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഗ്രിഡ് മെത്തേഡ് ചെയ്യാനുള്ള ഇനീഷ്യൽ സ്റ്റെപ്സ് ഒക്കെ, അതായത് ഗ്രിഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റുക. ഓക്കെ, ഗ്രിഡ് ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്ലൈൻ ഇടാൻ തുടങ്ങാം. ഔട്ട്ലൈൻ ഇടാനും ഗ്രിഡ് വരക്കാനൊക്കെ ഞാൻ ഫേബർ കാസ്റ്റലിൻ്റെ HB പെൻസിലാണ് യൂസ് ചെയ്തത്. കാരണം നമുക്ക് ഔട്ട്ലൈൻ ഇടുമ്പോൾ അധികം ഡാർക്കായി പോകാൻ പാടില്ല, ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് HB യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ പെൻസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ അതിൻ്റെ HB ഇതാണ് എടുക്കേണ്ടത്. ഞാൻ ഔട്ട്ലൈൻ മുഴുവൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഗ്രിഡ് ലൈൻസ് നമുക്ക് കളർ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് അത് റിമൂവ് ചെയ്യണം. ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി, മറ്റേ ടോംബോ മോണോ ഇറേസറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്. ഞാനെപ്പോഴും പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ കണ്ണ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ ബാക്കി ഭാഗങ്ങൾ ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ആദ്യം വേണമെങ്കിൽ സ്കിൻ കളേഴ്സൊക്കെ കൊടുത്തതിന് ശേഷം ഈ ഡാർക്ക് കളേഴ്സായ കണ്ണൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ജസ്റ്റ് കണ്ണിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഇനി ഐലിഡ്സ് ഒക്കെ ഒന്ന് കളർ ചെയ്തതിന് ശേഷം മാത്രമേ ഐലാഷസും ഇതൊക്കെ വീണ്ടും ബ്ലാക്ക് യൂസ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവും ജസ്റ്റ്. അതുകൊണ്ടാണ് ഈ വെളിച്ചടിക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ വൈറ്റ് പെൻസിൽ കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ ആ ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് വരക്കുന്ന ചിത്രത്തിൽ കിട്ടുള്ളൂ. ഐലിഡ്സും ബാക്കി ഭാഗങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ ഐലാഷസ് വരക്കാൻ തുടങ്ങാണ്. ഇപ്പോൾ 2 കണ്ണും അതിൻ്റെ ചുറ്റുമുള്ള ഏരിയയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി സ്കിൻ ഏരിയസൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. മൂക്കിൻ്റെ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗങ്ങൾ കൂടി ഇതുപോലെ ലൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞതുപോലെ വൈറ്റ് പെൻസിൽ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രിസ്ട്രോ ബ്രാൻഡിൻ്റെ കളർ പെൻസിലാണ്. അതുകൊണ്ട് അതിലൊരു 3-4 ടൈപ്പ് സ്കിൻ കളർ ഉണ്ട് പെൻസിൽസ്. സോ ഷെയ്ഡിങ് എളുപ്പമാണ്. ബാക്കി ചില ബ്രാൻഡ്സിനൊക്കെ അങ്ങനെ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പോർട്രേറ്റ് ഫുള്ളായിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റെഫറൻസ് പിക്ക് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും.